സത്യം എന്താ? ഇവർ ഈ പറയുന്ന പോലെ 2011 യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. 2011 പാഠപുസ്തകം കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളിൽ കൊടുത്തു. കാര്യം എന്താ? 2011 മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന VS ഗവൺമെൻറ്റിൽ പുസ്തകങ്ങൾ അച്ചടി പൂർത്തിയാക്കി ആ പുസ്തകങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് വിതരണം ചെയ്തു. 2012 സ്ഥിതി എന്താ? 2012 40% മാത്രമാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി. 40% പാഠപുസ്തകങ്ങൾ മാത്രമാണ് കേരളത്തിനകത്ത് 2012 ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. സംശയമുണ്ടെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ 2012 പാഠപുസ്തക വിതരണം താളം തെറ്റിനെ സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അവകാശം ഉന്നയിച്ച് നോട്ടീസ് നൽകപ്പെട്ടിട്ടുണ്ട്. ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെൻറ്. കേരളത്തിലെ നിയമസഭ ചർച്ച ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 2012. ഇനി 2013 വന്നാൽ 2013 2ാം വോളിയം നവംബർ മാസത്തിൽ പോലും കേരളത്തിൻ്റെ പള്ളിക്കൂടങ്ങളിൽ UDF ഗവൺമെൻറ് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇതാർക്കാ മറക്കാൻ കഴിയുന്നത്? ഇനി 2013 വന്ന് 2013 2ാം വോളിയം നവംബർ മാസം എത്തിയിട്ട് പോലും കൊടുത്തില്ല. 2014 ചില ജില്ലകൾ മാത്രം, ചിലപ്പോൾ ഒരു വർഷം ചില ജില്ലകളിൽ കൊടുത്ത കാര്യമായിരിക്കാം. VD സതീശൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. 2014 അത്ര മാരകമായ നിലയിൽ ഈ വിഷയം ഉയർന്നു വന്നില്ല. ചില ജില്ലകളിൽ മാത്രമാണ് പാഠപുസ്തകത്തിൻ്റെ ലഭ്യത കുറവുണ്ടായിരുന്നത്. 2015 എന്താ സംഭവിച്ചത്? 2015 43 ലക്ഷത്തോളം പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യേണ്ടടുത്ത് കേരളത്തിലെ കുട്ടികൾക്ക് ഓണപരീക്ഷ പടിവാതിൽക്കൽ എത്തിയുമ്പോൾ പോലും പാഠപുസ്തകം കൊടുക്കാൻ അന്ന് കേരളം ഭരിച്ച UDF ഗവൺമെൻറ് ആയോ? ഏത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് UDF ഗവൺമെൻറ് പാഠപുസ്തകം അച്ചടിച്ച് കൊടുക്കാൻ സാധിക്കാതെ പോയത്? 43 ലക്ഷം പാഠപുസ്തകങ്ങൾ കേരളത്തിനകത്ത് വിതരണം ചെയ്തില്ല. എന്നിട്ടോ ഓണമായി ഓണപരീക്ഷ നടക്കുന്ന കേരളത്തിൽ ഓണപരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നൊരു ഗതികേട് കേരളത്തിനകത്ത് മറ്റേതെങ്കിലും ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ? UDF ഗവൺമെൻറ്റിനല്ലാതെ. അന്നത്തെ വിശ്വപ്രസിദ്ധമായൊരു വാചകമുണ്ട്. കേരളത്തിലെ ഒരു മനുഷ്യനും ഒരു കൊച്ചുകുഞ്ഞും ഇന്നും അത്ര വേഗം മറക്കാൻ സാധ്യമില്ലാത്ത വാചകമാണ്. കോൺഗ്രസ് പ്രതിനിധിക്ക് ഒന്ന് പൊടിതട്ടിയെടുത്താൽ വിശ്വപ്രസിദ്ധമായ കോൺഗ്രസ് ഓഫീസിലും ലീഗ് ഓഫീസിലും തങ്കലിപിലുകൾ എഴുതി വെക്കപ്പെട്ട ഒരു വാചകം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എന്തായിരുന്നു അന്നത്തെ പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാചകം? ഓണം നേരത്തെ ആയിപ്പോയതാണ്, അല്ലാതെ പാഠപുസ്തകം അച്ചടിക്കാൻ ഞങ്ങൾ താമസിച്ചതല്ല. ഓണം നേരത്തെ ആയിപ്പോയത് കൊണ്ടാണ് പാഠപുസ്തകം ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ജെൻസികളോടൊക്കെ നമ്മളിതൊക്കെ പറഞ്ഞാൽ ഇതൊരു ന്യൂ നോർമൽ തമാശയായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ പുതിയ കാലത്തെ ജെൻസി വിദ്യാർത്ഥിനിയൊക്കെ എടുക്കൂ.